ഒരുപാട് നേരമായല്ലോ എൻ്റെ അടുക്കൽ മിണ്ടാതെ ഇരുന്ന് കരയാൻ തുടങ്ങിയിട്ട്. എന്നോടൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ചോദിച്ചത് ഖബറാവാപ്പാ. ഉപ്പ ചോദിക്കും, സിറാജേ ഖബർ സംസാരിക്കുമോ? ഉസ്താദേ ഖബർ സംസാരിക്കുമോ? ഖബറിന് നാവുണ്ടടാ ചെറുപ്പക്കാരാ, ഖബറിന് നാവുണ്ടടോ. എല്ലാവരോടും ഖബർ സംസാരിക്കുന്നുണ്ട്. കേൾക്കാത്തത് നിന്റെ പോരായ്മയാ. ആരോടാ സംസാരിക്കുന്നതെന്നറിയുവോ? ഖബറിന്റെ ചാരത്ത് പോകുന്നവരോട് ഖബർ സംസാരിക്കുന്നുണ്ട്. നിനക്ക് കേൾക്കാ സമയമില്ലല്ലോ. കോമഡി പറയുന്നത് അവിടെ നിന്നാ, തമാശ പറയുന്നത് അവിടെ നിന്നാ, രാഷ്ട്രീയം പറയുന്നത് അവിടെ നിന്നാ, ഫോൺ വിളിക്കുന്നത് അവിടെ നിന്നാ. എവിടെ? ഖബറിന്റെ ചാരത്ത് നിന്ന്. ഒരു പേടിയുമില്ലടോ, ഒരു പേടിയുമില്ലടോ. എന്നാ ഖബറിനെ കുറിച്ച് നീ പഠിക്കണേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരമാ മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാ. കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. എടോ, പള്ളിയിൽ ഖബർ കുഴിക്കുന്നവൻ പോലും കരയാറില്ല. മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച തമാശ പറഞ്ഞിട്ടാ ഖബർ കുഴിക്കുന്നത്. ആ ഖബർ കുഴിക്കുന്നവന് പേടിയില്ലടോ. അവന്റെ കണ്ണ് നനയുന്നില്ല. മണ്ണ് വെട്ടിയെടുക്കുന്നവന് കരയാറില്ല. ജനാസ ഇറക്കി വെക്കുന്നവൻ കരയാറില്ല. മണ്ണ് വാരി വെക്കുന്നവൻ കരയാറില്ല. പലക നിരത്തുന്നവന് കരയാറില്ല. മണ്ണ് വാരി ഇടുന്നവനും കരയാറില്ല. സിയാറത്തിന് പോകുന്നവനും കരയാറില്ല. എന്തേ കരച്ചല് വരാത്തത്? ഖബർ കുഴിക്കുന്ന സഹോദരാ, നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയുവോ? നിനക്ക് ഖബറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത് മാ അകില അകിലാ വലാ സരിബ സുർവാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദ്രീ. ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് ഞാനും നിങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ സുഖവും ആസ്വാദനവും കളിയും തമാശയൊക്കെ മാറും പെങ്ങളെ. കരയുകയാ. കഴിക്കാൻ ഭക്ഷണം എടുത്തു കഴിഞ്ഞ, കുടിക്കാൻ വെള്ളമെടുത്തു കഴിഞ്ഞ, അത് കഴിക്കുന്നതിന് മുമ്പ്, അത് കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദ്രീ, നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് കിടന്ന് കരയുകയാണ്. അറിയണോ ഉമറേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാനൊരു മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയണോ? ഖബർ പറയുകയാ, മസ്കത്തുൽ അഖ്ഫാർ വസദഖത്തുൽ മുഖ്ലതൈ വഅകൽതുൽ ലഹുമാ. പറയല്ലേ, പറയല്ലേ, എന്നോട് പറയല്ലേ. നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാണ്. കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ഖബറിന്റെ മണ്ണ് പോലും നനയ്ക്കുകയാണ്. ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിച്ചപ്പോഴാണ് ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ
അകുഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ജനാസ കബറടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, നിന്റെ ഭർത്താവിനെ കുറിച്ച് എന്തേ പറയുന്നത്? ഭർത്താവിനെ കുറിച്ച് എന്തേ പറയുന്നത്? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ ഖുവഫ ലില്ലാഹ്. ഒരു ഭാര്യ പറഞ്ഞ മറുപടിയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞടോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായി? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്കുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞ മറുപടിയാണ്, കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന ഭർത്താക്കന്മാരോട് പറയുകയാണ്, നീ മരിച്ചതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പടച്ചിറപ്പിനോട് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആളാരാ? അത് നാട്ടുകാരല്ല, അത് കുടുംബക്കാരല്ല, അത് അയൽവാസികളല്ല. പിന്നാര് പറയണമെന്നറിയുമോ? നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ. നിന്റെ കൂടെ കടന്ന് നിന്റെ ഭാര്യ പറയണം, നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമാണ് പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ നൽകുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? ഉറക്കെ പറഞ്ഞ് പറയൂ. ലോകത്ത് ആര് നല്ലവനാണെന്ന് പറഞ്ഞാലും നിന്നെക്കുറിച്ച് പറയില്ല. നമ്മുടെ ഭാര്യ ലോകത്ത് ആര് നല്ലവനാണെന്ന് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയുമോ എന്ന് സ്വന്തം ഭർത്താക്കന്മാർ ചിന്തിക്കുക. കാരണം അത്രയ്ക്കും നല്ല സ്വഭാവമാണ് നമുക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നാട്ടുകാർ നീ മഹാനാണെന്ന് പറയും, നീ വേണമെങ്കിൽ തങ്ങൾ ആരാണെന്നതിലും പറയും, ഈ വലിയ കൊലകൊമ്പനാണെന്ന് വേണമെങ്കിൽ നാട്ടുകാർ പറയും. നാട്ടുകാരല്ല പറയേണ്ടത്, കൂടെ കടക്കുന്നവളെ കൊണ്ട് പറയിപ്പിക്ക്. നട്ടല്ലിന് ഉറപ്പുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കൂടെ കടന്നവളെ കൊണ്ട് പറയിപ്പിക്ക് നീ നല്ലവളാണെന്ന്, നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ ഭാര്യ പറയട്ടെ. പറയോ? ചുമ്മാതെ പോയി ചോദിക്കുന്ന രാത്രി വാഴതെല്ലാം കഴിഞ്ഞ് പോയി കിടക്കുമ്പോൾ ചുമ്മാ കെട്ടിപ്പിടിച്ചൊരു ചുംബനമൊക്കെ കൊടുത്തിട്ട് ആമിനായോട് ചോദിക്കണം, എടീ സിറാജ് പറഞ്ഞ കേട്ടോ, ഞാൻ മരിച്ചാൽ നീ പറയുമോ നല്ലത്? ഓളിച്ചിരിക്കും. കാരണം നിന്റെ സർവ്വ കാര്യങ്ങൾ അവക്കറിയാം. പൊട്ടത്തിയൊന്നുമല്ല ഭാര്യ, അവക്കറിയാം നിന്റെ സർവ്വ തരികിടകളും. മിണ്ടാതെ നടക്കുന്നതാ. ചിരിയും കളിയും തമാശയുമായിട്ട് പെങ്ങളിരിക്കുന്നു. പെങ്ങളോട് ചോദിക്കുന്നു, എന്താ ജീവിതം? ഉസ്താദെ, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, അള്ള എല്ലാം എനിക്ക് തന്നു ഉസ്താദെ. പിന്നെ എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? കെട്ടിയ ഭർത്താവ് മാത്രം തലതിരിഞ്ഞു പോയി ഉസ്താദെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഇരിക്കണ താത്താമാർക്ക് ആകെ ഉള്ള സങ്കടം വീടോ കാറോ പണവോ ഒന്നും അല്ലടോ, അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ചില ഭർത്താക്കന്മാര് വീട്ടിൽ ചെന്നിട്ട് പെണ്ണുമ്പിള്ളി എടുത്ത് പറയും, കേട്ടോടി വഴുത് കേട്ടോ, ഉസ്താദ് പറഞ്ഞു കേട്ടോ. ഭർത്താവിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ചീഞ്ചലം ഒഴുകി വന്നാൽ നീ തുടച്ചെടുക്കണം. അള്ളാഹു ലോകത്താരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാ എനിക്ക്. ആരാ പറയണേ? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ, പള്ളിയുടെ പടി പോലും വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവനാ പെണ്ണുമ്പിള്ള എടുത്ത് പറയാ, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എടാ ചങ്ങാതി, നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം, അവള് തീരുമാനിക്കണം നീ സ്വർഗത്തിൽ പോണോ വേണ്ടയോ എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സത്യമായി. ഇരിക്കണ ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിക്കുക. ഞാൻ എൻ്റെ വാപ്പ എഴുതിയതല്ലല്ലോ പറയുന്നത്, ഞാൻ തെളിവ് സഹിതമല്ലേ പറഞ്ഞു. ഞാൻ ചരിത്രം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. പറയോ വാപ്പ, എന്ത് യോഗ്യതയാണ് നിനക്കുള്ള? നീ ആ പള്ളിയിലെ ഉസ്താദിനെ നന്നാക്കാൻ നടക്കുന്നത്. നാട്ടുകാരെ സ്വന്തം പെണ്ണും പിള്ളയെ നോക്കാൻ നിനക്ക് സമയമില്ല. ഇവിടെ ഒരു ഭാര്യ പറയണം, ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഭാര്യക്ക് പറയാൻ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയാ, വല്ലാഹി സത്യം, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം,
ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള അള്ളാനെ ഏറ്റവും കൂടുതൽ ഭയമുള്ള മനുഷ്യൻ എൻ്റെ ഇക്കായ, എൻ്റെ ഭർത്താവാ. അതാ നിന്നെക്കുറിച്ച് പറയാൻ എന്തുണ്ട്? ഭാര്യ പറയണം, ഏത് പാതിരാത്രിയിൽ 12 മണിക്ക് 1 മണിക്ക് കിടന്നാലും എൻ്റെ ഇക്ക എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, എൻ്റെ ഇക്ക എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. ഞാൻ കിടന്നുറങ്ങിയാൽ എൻ്റെ ഇക്ക എന്നെ വിളിച്ചുണർത്തും. ഖുർആൻ ഓതുന്നത് കാണാം. എൻ്റെ ഭാഗ്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഭർത്താവാ. ഇതുപോലൊരു നല്ല മനുഷ്യനെ അല്ലാഹ് എനിക്ക് തന്നല്ലോ. എനിക്കിതുപോലെ ഒരു നല്ല ഭർത്താവിന്, പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരു നല്ല മനുഷ്യനെ എൻ്റെ റബ്ബെനിക്ക് തന്നല്ലോ. എൻ്റെ മാതൃക എൻ്റെ ഭർത്താവാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ നന്നാക്ക്, എൻ്റെ മക്കളെ നന്നാക്ക്, അവരെ നീ കണ്ണിന് കുളിർമയുള്ളവരാക്കണം പടച്ചവനെ. എന്നെയും നന്നാക്കണേ അല്ലാഹ്, എന്നെയും നന്നാക്കണേ അല്ലാഹ്, എന്നെ ഇമാമാക്കണേ അല്ലാഹ്. ഒരു ഭർത്താവ് ദുആ ചെയ്യണം, എന്നെ ഇമാമാക്കണേ അല്ലാഹ്. പള്ളിയിലെ ഇമാമല്ല, ലിൽ മുത്തഖീന ഇമാമാ. എൻ്റെ ഭാര്യയുടെ ഇമാമാക്കണം, എൻ്റെ മക്കളുടെ ഇമാമാക്കണം. പടച്ചവനെ, ഞാനാണ് അവരുടെ ഇമാം. എന്നെ കണ്ടു വേണം അവർ പഠിക്കാൻ. അതുകൊണ്ട് ഭർത്താവ് ഭർത്താവാകണം, ഭർത്താവ് ഭർത്താവാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുകയാ, അല്ലാഹു പറഞ്ഞത് നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ല മോനെ, നീ ഒറ്റയ്ക്ക് വാടാ എന്നല്ല അല്ലാഹ് പറഞ്ഞത്. അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹ് വിളിച്ചത് കുടുംബസമേതമാണ്, അല്ലാഹ് വിരുന്നിന് വിളിച്ചത് കുടുംബസമേതമാണ്. ഒറ്റയ്ക്ക് പോയാ പോരാ. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് പറയുകയാ, നബി തങ്ങൾ തന്റെ അവസാന പ്രഭാഷണത്തിലോ നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ. അവള് തെറ്റ് ചെയ്താ തിരുത്തേണ്ട ബാധ്യത നിനക്കാണ്. നീയാണ് അവളെ നന്നാക്കേണ്ടത്, നീയാണ് അവളെ നന്നാക്കേണ്ടത്. അവൾക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. പടച്ചവനെ, നീ ഹാജിയാരാണ്? തൊപ്പിയിട്ടവനാണ്, താടിയുള്ളവനാണ്, ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, നാട്ടിലറിയപ്പെടുന്ന ആളാണ്. പക്ഷേ നിന്റെ ഭാര്യ തലമറയ്ക്കാറുണ്ടോ? ചോദിച്ചാ നീ പറയുന്നത് ഉസ്താദേ അവരുടെ സ്വാതന്ത്ര്യമല്ലേ, മറയ്ക്കുന്നതും മറയ്ക്കാത്തതും. ഇന്ന് കാലഘട്ടം അങ്ങനെയല്ലേ. എടോ, കാലഘട്ടത്തെ കുറ്റപ്പെടുത്തരുത്, ഒരിക്കലും കാലഘട്ടത്തെ കുറ്റപ്പെടുത്തരുത്. നീയാണ് മാറിയത്, നിന്റെ വീടാണ് മാറിയത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ സ്വഹാബാ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാ. അല്ലാഹു മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അവരെ കണ്ട പരിചയം പോലും അല്ലാഹു കാണിക്കില്ല. അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്ത 3 പേര്: കള്ളുകുടിയനല്ല, കഞ്ചാവടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, ശിർക്ക് ചെയ്യുന്നവനല്ല, മുനാഫിക്ക് മാത്രമല്ല. പിന്നെ ആരാണെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരാ. അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുവോ? സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത ഭർത്താവേ, സ്വന്തം ഭാര്യ ഔറത്ത് മറയ്ക്കാതെ നടക്കുമ്പോ നിനക്കറിയാ പാപമാണെന്ന്, നിനക്കറിയാ തെറ്റാണെന്ന്, നീ തിരുത്താറില്ല, നീ തിരുത്താറില്ല. നീ കണ്ണടച്ച് നടക്കുകയാണ്, നീ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്. എങ്കിലൊരു ഭർത്താവെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഒരു ഭർത്താവിനെ പറഞ്ഞു തരട്ടെ, ഒരു ഭർത്താവിനെ പറഞ്ഞു തരട്ടെ. നീ മദീനത്ത് പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗള ശരീഫ് നീ കണ്ടിട്ടുണ്ടോ? ആ റൗളയുടെ
അവിടെ പരിസരത്താണ് ജന്നത്തുൽ ബഖിയ കിടക്കുന്നത്. നിബിതങ്ങളുടെ ഭാര്യമാര് കിടക്കുന്ന, നിബിതങ്ങളുടെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കിടക്കുന്ന, സഹാബത്ത് കിടക്കുന്ന ആ പരിശുദ്ധമായ ജന്നത്തുൽ ബഖിയിൽ പോയിട്ടുണ്ടോ? അല്ലാഹുവേ, ആ പുണ്യ മദീനയിൽ ചെല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിബിതങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ടു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, സലാം പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ പരിസരത്ത് കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാരിലേക്ക് കടന്നു ചെന്നാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ മധ്യഭാഗത്തൊരു ഖബർ കാണാ. ജന്നത്തുൽ ബഖിയുടെ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു പോലീസുകാരൻ കാവൽ നിൽക്കുന്ന ഒരു ഖബർ കാണാ. ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാ അവര് പറയും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ നിബിതങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ തങ്ങളുടെ ഖബറാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സ്വഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയപ്പോ ഉസ്മാൻ തങ്ങളെ വധിക്കാൻ അന്യനാടുകളിൽ നിന്ന് 600ഓളം വരുന്ന ശത്രുക്കൾ വരികയാണ്. ഉസ്മാൻ തങ്ങളുടെ വീട് വളയുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, രാജ്യം ഭരിക്കാൻ സമ്മതിക്കുന്നില്ല, അവസാനം നിസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. വീട് വളർന്നിരിക്കുകയാണ്. ജുമഅയ്ക്ക് പോലും ഉസ്മാൻ തങ്ങളെ വിട്ടില്ല. അങ്ങനെ വെള്ളിയാഴ്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നിസ്കാരം കഴിഞ്ഞിട്ട് വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ വാതില് തീയിടുകയാണ്. ശത്രുക്കൾ വീടിനകത്തേക്ക് ഇരച്ചു കയറുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് അവര് വാളുകൊണ്ട് വെട്ടുകയാ. ഉസ്മാൻ തങ്ങള് നിസ്കാരത്തിന്റെ മുസല്ലയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചവിടന്ന് വെട്ടുകയാണ്, വാളുകൊണ്ട് കുത്തുകയാണ്. ഉസ്മാൻ തങ്ങളെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നായില ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നായില ബീബി വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ഭർത്താക്കന്മാര് കേൾക്കണം, നിന്റെ ഭാര്യ തലയിലും തുണിയില്ല വയറും കാണിച്ച് മാറിടം കാണിച്ച് നടക്കുമ്പോ നീ പറയുന്ന മസല അവളുടെ ഇഷ്ടം. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ എവിടെ തലയിടുന്നേ? ഇത്രയും ബാക്ക് സൈഡിൽ അല്ലേ? ഇപ്പൊ എല്ലാ കണ്ണ് പൊത്തിപ്പിടിക്കും, ചുംബനം കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ടിങ്ങനെ വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ പെണ്ണല്ലേ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഈ എഴുന്നേറ്റപ്പോ ആ തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി. തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി മുമ്പോട്ട് വീണു. അതിട്ടതല്ല, തന്റെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പം പേടിച്ചെഴുന്നേറ്റതാ. ഒരൽപ്പം മുടി ഇങ്ങനെ മുമ്പിലേക്ക് വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭർത്താവല്ലേ കണ്ടു. ഉടനെ വിളിച്ചു, നായില, എൻ്റെ കാര്യം വിട്ടേര്, എൻ്റെ കാര്യം വിട്ടേര്, അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്നെ കൊല്ലട്ടെ അവര്, വിട്ടേക്ക് നായില. പക്ഷെ എനിക്ക് പേടി ഇവരെയല്ല, എനിക്ക് പേടി ഇവരെയല്ല. നിന്റെ തലമുടി പുറത്തു കിടക്കുന്നു, ഔറത്താത് അന്യ പുരുഷന്മാര് കാണുന്നു നായില. നിന്റെ തലമുടി പുറത്തു കിടക്കുന്നു നായില, അത് നിന്റെ ഔറത്ത, അന്യ പുരുഷന്മാരാ ഇവര്, നിന്റെ മുടി കാണുന്നു നായില. ഹിജാബിടു മോളെ, എനിക്ക് അല്ലാഹനെ പേടിയാണെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു മരിക്കുമ്പോൾ
തൻ്റെ കയ്യും ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടും മരണത്തോട് മല്ലടിക്കുമ്പോഴാ ഭാര്യയോട് പറയുന്നത്, എനിക്ക് ഇവരെയല്ല പേടി, നീ ഇവരെ വിട്, ഇവരുടെ കാര്യം നീ വിട്ടേക്ക്. നിന്റെ മുടി പുറത്ത് കിടക്കുന്നത് ഔറത്താ, അന്യപുരുഷന്മാരാ അവര് നിന്റെ മുടി കണ്ടാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണം, എനിക്ക് പേടിയാണെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഇതാണ് ഭർത്താവ്. ഇന്ന് ഭർത്താവ് എന്ത് പറയും? നാട്ടുകാർ കണ്ടോട്ടെ. ഫർദ ഇടുന്നവളോട് പറയും, എൻ്റെ കൂടെ വരണമെങ്കിൽ സാരി ഉടുത്തിയാൽ മതി, ചുരിദാർ ഇട്ടാൽ മതി. യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ, അമ്മമാര് പെണ്ണും പിള്ളയെ കയറ്റി നിർത്താ, ഫർദ ഊരിട്ട് കയറിക്കോ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രക്ഷപ്പെടുവോ സഹോദര, രക്ഷപ്പെടുവോ സഹോദര. നിന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ നിന്റെ ഭാര്യ. നീ ആദ്യം നന്നാവൂ അപ്പ. നീ നന്നായ ഓള് നന്നാവൂലേ? നീ മാതൃകയാകണ്ടേ? നിന്റെ ഭാര്യയെങ്കിലും പറയണ്ടേ നീ നല്ലവനാണ്. നാട്ടുകാരല്ല പറയേണ്ടത്, നിന്റെ കൂടെ കിടക്കുന്നവള് പറയണം, എൻ്റെ ഇക്ക നല്ലവനാ, അള്ളാനെ പേടിയുള്ളവനാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഭർത്താവ്. അഭിമാനത്തോടു കൂടി പറയണം. അള്ളാഹുടെ മുമ്പിൽ സാക്ഷി നിന്നാൽ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവില്ലേ? ഇപ്പൊ ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? പാട്ടപ്പിരിവുണ്ടോ? ഇല്ലേ, ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്. പിരിവില്ലാത്ത നാടാ? ബക്കറ്റുണ്ടോപ്പാ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസവാ. ആരാ ചോദിക്കുന്ന അള്ളാഹിനോട് ബർക്കത്ത്? അള്ളാഹിനോട് ബർക്കത്ത് ചോദിച്ച എത്ര പേരുണ്ട്? നമുക്കൊന്നും ബർക്കത്ത് വേണ്ടടോ. ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ഒരാളുടെയും 5 നയ്യാ പൈസ അള്ളാഹിക്ക് വേണ്ട, അള്ളാഹുടെ ആവശ്യത്തിനുണ്ട്. നീ കൊടുത്താൽ നിനക്ക് കിട്ടും. ഈ ബക്കറ്റിന്റെ അകത്ത് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ എടുത്തിട്ടാൽ അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. ഇന്നത്തെ കണക്കെടുത്ത് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന മനുഷ്യനുണ്ട്, ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. ഒരുപാട് രോഗികൾ വർദ്ധിക്കുകയാണ്. ക്യാൻസർ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, നിബിധങ്ങളാണ് പറഞ്ഞത്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, അപകടങ്ങളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ കരിച്ചു കളയാറ് സദഖയ്ക്ക് പവറുണ്ടോ. പെങ്ങളെ, വല്ലാത്ത വേദനയാണ് ഉസ്താദ്. ഏത് മരുന്ന് കടിച്ചിട്ടും രോഗം മാറുന്നില്ല. എന്തെല്ലാം മരുന്ന് കടിച്ചു, രോഗം മാറുന്നില്ല എന്ന് സങ്കടം പറയുന്ന പെങ്ങള്, കണ്ട ഡോക്ടർമാര് തരുന്ന മരുന്ന് മുഴുവനും കഴിച്ചല്ലോ. എന്നാ നബിതങ്ങൾ ഒരു മരുന്ന് പറയുകയാണ്. ഏത് രോഗത്തെയും ചികിത്സിക്കാൻ ഒരു മരുന്ന് പറയുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. അതുകൊണ്ടാ നിനക്ക് അറ്റാക്ക് വന്നിട്ട് നിനക്ക് അപകടം പറ്റിയിട്ട് ഐസിബിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ഉസ്താദെ ദുആ ചെയ്യുന്നു പറഞ്ഞ് 1000ഉം 500ഉം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നിനക്കൊക്കെ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോൾ പൈസ കൊടുക്കുന്നില്ലേ? ഉസ്താദെ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചിരിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തണം, ദുആ ചെയ്യണം. സ്വർണം കൊടുക്കുന്നില്ലേ? പൈസ കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട്? സദഖ കൊണ്ട് ചികിത്സിക്കും ചില അടിമകൾ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. നിനക്ക് ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടോ, ലിവർ രോഗമുണ്ടോ, അറിയില്ല നിനക്ക്. ഈ ബക്കറ്റുമായി ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഈ റജി ഷഅബാനിന്റെ മാസത്തിൽ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസത്തിൽ, അള്ളാഹുവിനോടൊരു സദഖ കൊടുത്തിട്ട് പറയണം, പടച്ചവനെ എന്നെ അറുത്ത് മുറിക്കല്ലേ അള്ളാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം. ഈ നീയത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. പോക്കറ്റ് കൈവെക്ക് കാക്ക, മസിൽ പിടിച്ചിരിക്കാതെ വെച്ചോ. അള്ളാഹുവെ, ആരെല്ലാം പോക്കറ്റിൽ കൈവച്ചോ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ അള്ളാഹ്. ആമീൻ പറ. നീ കാലിയാക്കല്ലേ അള്ളാഹ്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഉള്ളതിൽ പങ്കു കൊടുക്ക്.
ഉള്ളതിൽ പങ്കു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ, നീ സ്വീകരിക്കണേ. അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബക്കറ്റ് കൊണ്ടുപോകുന്ന മക്കളോട് ഇത്തിരി സ്പീഡ് കുറയ്ക്കുക കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളടാ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാതടാ. അമ്മ രണ്ടുപേരും ചങ്ങായിമാരെ പോലെ അമ്മമാരെ സ്വർഗത്തിലുള്ള കൂട്ടുകാരാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പം എല്ലാവരും സമാധാനത്തോടെ അവരവരുടെ കയ്യിലുള്ളത് കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അതാരാ കുപ്പിയിട്ട്? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. വാപ്പാക്ക് ബർക്കത്ത് എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല, പിന്നെ പൊക്കണത് ഇല്ലേ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? 2 നില വീട് കിട്ടലല്ല, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടലല്ല, പണമോ സ്വർണമോ ലഭിക്കുന്നതിനല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ കേക്ക്, ഈ വിചാരിക്കുന്നത് കാറ് കിട്ടിയ ബർക്കത്താണ് അല്ലേ, സ്വർണം കിട്ടിയ ബർക്കത്ത്. അതല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹംദക്കിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുക. ഹംദക്കിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പട്ടിണിയാ. സഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എല്ലാവരും പട്ടിണി. അപ്പൊ സഹാബത്തിന് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നിൽക്കണത്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് കമീസ് പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് മറുപടി പറയേണ്ടത്? നബിതങ്ങൾ എന്തു പറഞ്ഞിട്ടാണ് ഇവരെ സമാധാനിപ്പിക്കേണ്ടത്? ഒന്നുമില്ല. നബിതങ്ങൾ തൻ്റെ കമീസ് പൊക്കി കാണിച്ചു. 2 കല്ല് നബിതങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു. എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുക. ഇനി എന്നാ പറയാ? ചോദിച്ചവർ കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സഹാബത്ത് കരയാൻ തുടങ്ങി. മഹാനായ ജാബിർ റളിയല്ലാഹു തആല നേരെ വീട്ടിൽ പോയി. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, തിന്നാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നബിതങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുക. വല്ലതും കഴിക്കാനുണ്ടോ? ഒരിത്തിരി ഇറച്ചിയുമുണ്ട്, ഒരല്പം മാവുമുണ്ട്. എന്നാ നീ റെഡിയാക്ക്, ഞാൻ പോയി നബിതങ്ങളെ വിളിച്ചു കൊണ്ടുവരാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല പോയി നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പതുക്കെ പോയിട്ട് പറഞ്ഞു, ഇത്തിരിയല്ലേ ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് നബിതങ്ങളുടെ അടുക്ക പോയിട്ട് പറഞ്ഞു, നബിയെ, വാ നബിയെ, എൻ്റെ വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറിയും ഇത്തിരി ഇറച്ചിയും ഇത്തിരി മാവും ഉണ്ട്, ചപ്പാത്തിയുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. പതുക്കെയാ പറഞ്ഞു. കാരണം എല്ലാവർക്കും തിന്നാനില്ല. ഇപ്പോൾ പള്ളിയിൽ വന്നിട്ട് ഖത്തീബുണ്ട്, അസിസ്റ്റന്റ് ഉസ്താദുണ്ട്, അത് മദ്രസയിലെ മുദരിസ് ഉണ്ട്, മുഅദ്ദിനുണ്ട്, 3-4 പേരുണ്ട്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഖത്തീബ് ഉസ്താദ് നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറയണ പോലെ നബിതങ്ങളോട് പറഞ്ഞു, നബി ഒരല്പം ഭക്ഷണമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞ ഉടനെ ഒരൊറ്റ വിളി, സഹാബ എല്ലാവരും പണിയൊക്കെ നിർത്ത്, ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, എല്ലാവരും വരാൻ. ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളൂ, 3 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. നബിതങ്ങൾ ചോദിച്ചു, ഇറച്ചി എന്തേ? അടുപ്പത്തിരിക്കുന്നുണ്ട്, മാവോ കുഴച്ചു വെച്ചിട്ടുണ്ട്, തുടരുത്, അവിടെ ഇരിക്കട്ടെ. എല്ലാരെയും വിളിച്ചു. ജാബിർ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ചെന്നു. നബിതങ്ങൾ സ്വന്തം കൈകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ഇറച്ചിക്കറി കോരി കൊടുക്കാൻ തുടങ്ങി. 10 പേര് അങ്ങോട്ട് ഇരിക്കും, കഴിക്കും, എഴുന്നേറ്റ് പോകും. 80ഓളം പേര്, 80ഓളം വരുന്ന സ്വഹാബത്ത് വയറ് നിറച്ചു ഭക്ഷണവും കഴിച്ചു. ബാക്കി വന്നു. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിന്ന് കിട്ടണം. അതിനാ ബർക്കത്ത്. ഈ കൈ, ഈ കണ്ണ്, ഈ ചെവി മരിക്കുന്ന കാലം വരെ കാണാൻ പറ്റണം. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയണം, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയണം, കൈ പൊക്കാനും താഴ്ത്താനും കഴിയണം, കാലുകൊണ്ട് നടക്കാൻ പറ്റണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധി ഉണ്ടാകണം. അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്നത് വരെ നിലനിന്ന് കിട്ടണം. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നൽകിയ വീടും കാറും സമ്പാദ്യവും സ്ഥലവും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഒരു ദിക്ർ പറയണം.
ഒരു ദിക്റ് പറഞ്ഞാൽ അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുവോളം നിലനിർത്തി തരും. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടയോ? നിനക്ക് വേണമെങ്കിൽ നീ പറ, എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. നിങ്ങൾക്ക് വേണോ വേണ്ടയോ? ഒന്ന് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 10-15 ഒരു 15 മിനിറ്റും കൂടെ ഓടൂല്ലേ? ഒരു 15 മിനിറ്റും കൂടി ഇരുന്നൂടെ? ഞാൻ ഈ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചോട്ടെ. പറഞ്ഞു ഒന്ന് പൂർത്തീകരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഭർത്താവിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭാര്യ അള്ളാഹുവിനോട് സാക്ഷി പറയണം. അള്ളാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ സിറാജ് പറയുന്നത് കേട്ടപ്പോ മനസ്സിന് വല്ലാത്ത ഒരു സുഖം തോന്നിയില്ലേ? സിറാജ് പറഞ്ഞത് കേട്ടപ്പോ ആദ്യമായിട്ടാണ് ഒരു ഉസ്താദ് വന്നിട്ട് ആണുങ്ങളെ ഇത്രയും പറയുന്നത്. ഞാൻ നിങ്ങളെ സുഖിപ്പിച്ചതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ടായിരുന്നു. പടച്ചവനെ, യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ യാത്രയാണല്ലോ, പല ആവശ്യങ്ങളുമുണ്ടല്ലോ, അതുകൊണ്ട് യാത്ര നിർത്തുകയാണ്. എല്ലാവരും മലമൂത്ര വിസർജനം നടത്തണമല്ലോ, അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണുങ്ങൾ പോകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങി പോവുകയാണ്. അതാ തന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീവി കയറിക്കഴിഞ്ഞപ്പോ ആണുങ്ങളെല്ലാവരും പോവുകയാ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, അപ്പോഴാണ് ആയിഷ ഒരു കാര്യം അറിയുന്നത്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് മാല നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ വിചാരിച്ചു ഓടിച്ചെന്ന് എടുത്തു കൊണ്ടുവരാ. ആരോടും പറഞ്ഞില്ലടോ, ഓടിച്ചെന്ന് എടുത്തു കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാ. ആയിഷ പോയതാരും കണ്ടില്ല, ആയിഷ ബീബി പോയതാരും അറിഞ്ഞില്ല. മാല തെരഞ്ഞു പോയപ്പോ എല്ലാവരും തിരിച്ചു വന്നു. അവരവരവരുടെ വാഹനങ്ങളിൽ കയറി. ആയിഷ കയറിയത് നേരത്തെ കയറിയത് കണ്ടതാണ്. അതുകൊണ്ട് നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. നബിതങ്ങളും സ്വഹാബത്തും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയിരിക്കുകയാണ്, എല്ലാവരും പോയിരിക്കുകയാണ്. ആയിഷ ബീബി ഒറ്റയ്ക്കാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, ചെയ്യണമെന്നറിയില്ല. എല്ലാവരും പോയി കഴിഞ്ഞടോ. ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്, ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഒതാ പുറകിൽ വരികയാണ്. എന്തുകൊണ്ടാണ് പുറകിൽ വന്നതെന്നറിയുമോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സഫ്വാൻ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണ് ഹിജാബ് ധരിച്ചിട്ട് വഴിയോരത്തിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? സഫ്വാൻ തങ്ങൾ ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി ചാടിയിറങ്ങുകയാണ്. നബി തങ്ങളുടെ ഭാര്യയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയോ കേറുമ്മ, ഒട്ടകത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. ഈ സഫ്വാന കയറ് പിടിച്ച് മുമ്പിൽ നടക്കാ ഒരു ഗതി ഒരു വഴിയുമില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുകയാണ്. ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. ആയിഷയെ കാണുന്നില്ല. യാത്ര നിർത്തുകയാണ്. പടച്ചവനെ, അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയാ. ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിലിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടപ്പോ സമാധാനമായി ഓടി വരികയാണ്. നബി തങ്ങളോട് സംഭവിച്ചത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സമാധാനമായി. എന്നാൽ അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവനാ. എന്നാ മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നിബിതങ്ങളെ ഇഷ്ടമല്ല. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? രണ്ടുപേരും ചെറിയ പ്രായമാ. ഇവര് രണ്ടുപേരും ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തല്ലോ. എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. ആയിഷാനെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. മദീനയിലെത്തിയടോ, കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. എല്ലാവരും അറിയുകയാണ്. പലരും വിശ്വസിച്ചടോ. കാരണം പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ പോയവരാ. അത് കാരണം കേട്ടവർ വിശ്വസിക്കുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. ഒരു നാട് മുഴുവനും, ഒരു പഞ്ചായത്തല്ല, ഒരു മഹല്ലല്ല, ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നിബിതങ്ങൾക്ക് സങ്കടമായി. പറയുന്നത് തന്റെ ഭാര്യയെ കുറിച്ചാ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയുവോ? അവസാനം പള്ളിയുടെ മിമ്പറിൽ കയറുകയാണ്. മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് നബി തങ്ങൾ കയറി. എന്നിട്ട് വിളിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ നബി തങ്ങൾ പറയുകയാ, വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവ് പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്കറിയാം എന്റെ ആയിഷയെ. ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ ആയിഷ. ഇന്നുവരെ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്നുവരെ നല്ലതല്ലാതെ ഒരു മോശമായ കാര്യം എന്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെ എന്തു പറഞ്ഞാലും മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നിബിതങ്ങൾ പറയുകയാ, എന്റെ ഭാര്യ ആയിഷ നല്ലവളാ, എന്റെ ഭാര്യ ആയിഷ നല്ലവളാ. വഅദ് കേൾക്കാമെന്ന ഉമ്മമാരേ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. നീ നല്ലവളാണെന്ന് പറഞ്ഞ വജബതു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ കുറിച്ച് നിന്റെ ഇക്ക പറയണം നീ നല്ലവളാണെന്ന്. എൻ്റെ ഭാര്യ നല്ലവളാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവ് പറയണം. അങ്ങനെ പറയണം. പറയോ? സുബ്ഹാനല്ലാഹ്. കാക്കാനോട് ചോദിച്ചാ പറയും, നല്ലവള ഉസ്താദ് എൻ്റെ ഭാര്യ, നിസ്കരിക്കും, ശരീരം മറയ്ക്കും, ഖുർആൻ ഓതും, ദിക്റ് പറയും, വഅദ് കേൾക്കും, വഅദിന് പോകും, എല്ലാം നല്ലതാ. പക്ഷെ നാവിന് മാത്രം ഇത്ര നീളം കൂടുതലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്നെക്കുറിച്ച് വല്ല പരാതി ഉണ്ട് നിന്റെ ഭർത്താവിന്?
നീ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സദക്ക കൊടുക്കും, ശരീരം മറക്കും, എല്ലാം നീ ചെയ്യും. പക്ഷെ ഇടയ്ക്ക് പറയാറുണ്ട്, നാവിന് ഇത്തിരി നീളം കൂടുതലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഠിക്കേണ്ട ചില പാടുണ്ട്. ഭാര്യ വിശ്വാസം ഉണ്ടാവണം കാക്ക. ഏതെങ്കിലും ഒരു പൊട്ടം പറയും, മെസ്സേജ് എഴുതി, ഫോട്ടോ അയച്ചു, ചാറ്റി, സംസാരിച്ചു, ഉടനെ പറയാം വാരി കെട്ടി പൊക്കോളെ. ഭാര്യ എന്തെങ്കിലും ചെയ്തെന്ന് ആരെങ്കിലും ഒരുത്തം പറയുമ്പോഴത്തേക്ക് നീ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കത്തില്ല. നീ പറഞ്ഞു വിടാ, പൊക്കോവാ, ഞാൻ വരുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളാം, വാരി കെട്ടി പൊക്കോളാം, കഴിഞ്ഞെന്നല്ല. നീ ആരാ? ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ഇത് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവക്കടോ. കള്ളം പറയുന്നത് എന്തിനാ? പൊക്കിക്കോ. സ്വന്തമായിട്ട് ഫോണുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കോ, പൊക്ക്. താത്താമാരുന്ന് കൈവക്കിക്കുക, ഫോണുള്ളവരൊക്കെ. ധൈര്യമുണ്ടോ ഈ ഫോൺ കൊണ്ടുപോയി പെണ്ണുമ്പിള്ളയുടെ കൈ കൊടുക്കാൻ? ഈ കൈപൊക്കിയ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, കോടികളിരിക്കുന്ന ലോക്കറുണ്ടല്ലോ, SBIയും സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ, ആ ബാങ്കിന്റെ ലോക്കറില്ലാത്ത ലോക്കല്ലേ നമ്മുടെ ഫോണില്? ലേതാത്ത, നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ മുഖം നോക്കണം, ഗാലറി കയറണമെങ്കിൽ വേറെ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ. ഞാൻ വഴുത് കിടഞ്ഞിറങ്ങിയപ്പോൾ ഒരു വാപ്പ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. പ്രായമുള്ള മനുഷ്യനല്ലേ, മിണ്ടാതെ നിന്ന് കൊടുത്തു. വാപ്പ ലോക്ക് എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഉപ്പാടെ അതാ അവസ്ഥ. ധൈര്യമുണ്ടോ? ലോക്കിടാതെ ഒരു 24 മണിക്കൂർ മൊബൈല് ഭാര്യയുടെ കൈ കൊണ്ട് കൊടുക്കാൻ ധൈര്യമുണ്ടോ? നീ പറയണ്ട, ഓള് വാരിക്കെട്ടി പൊക്കോളൂ ആ മൊബൈല് കണ്ട. നിങ്ങൾ എന്തിനാ അല്ലേ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ സംശയ രോഗമാണോ? നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ ടെസ്റ്റ് ചെയ്യുന്നതെന്ന്? നിങ്ങൾ എന്തിനാ എൻ്റെ ഫോണിൽ തൊടുന്നേ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. ഭർത്താവിക്ക് നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്തേ? അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കം, അടി. ഭർത്താവ് പിന്നെ നല്ല മനുഷ്യനാ, കക്കൂസി പോകുമ്പോഴും ഫോൺ അങ്ങണ്ടാ പോന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും താഴെ വെക്കുവോ? ഒളിച്ചു വെച്ചിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒന്നും പറയണില്ലടോ, ഞാൻ ഉള്ളതാ പറഞ്ഞേ. ഞാനൊരു കുടുംബ വഴക്ക്, ഒരു കുടുംബ മസ്ലഹത്തിന് ഇരുന്നപ്പം ഭാര്യ പറഞ്ഞതാ, ഇയാളുടെ കയ്യിരിക്കണം ഫോണായാൽ മതിയായിരുന്നു ഉസ്താദ്. എന്താ? അല്ല, ബാത്റൂമിൽ പോകുമ്പോഴൊന്നും കൊണ്ടാ പോണേന്ന്. നിനക്ക് മറച്ചു വെക്കാനുള്ള. അപ്പം നീ പറയും, ഉസ്താദെ എന്തിനാ ലോക്കിടുന്നേ? അത് ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിച്ചാൽ നിന്നെക്കാളും വലിയ ഫോൺ മക്കളുടെ കയ്യിലില്ലേ? എന്തിനാ നിന്റെ ഈ ഫോൺ? പട്ടി എറിയണ ഫോൺ ആർക്ക് വേണം? നിന്റെ കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോണല്ലേ നിന്റെ മക്കളുടെ കയ്യിലിരിക്കുന്നത്? ഇത്രയും കാലം നമ്മൾ പറഞ്ഞു ഉസ്താദെ അവരെടുത്ത് ഗെയിം കളിക്കുമെന്ന്. നിന്റെ ഫോൺ ആർക്ക് വേണം? അപ്പൊ എന്തിനാ വാപ്പ ഈ 3ഉം 4ഉം ലോക്ക് മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ? എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്? എന്തിനാണിങ്ങനെ പെങ്ങളെ എന്തിനാ പറ്റിക്കുന്നത്? എന്തിനാ? സന്തോഷത്തോടെ ജീവിക്കടോ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ.